അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കടമ്പഴിപ്പുറം ഭാഗത്താണ്. അതായത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം, അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പാലത്തിന് അടുത്തായിട്ട്, അതായത് കടമ്പഴിപ്പുറത്ത് നിന്ന് ഒറ്റപ്പാലം പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. 1 ഏക്കർ ഭൂമി, അതിനകത്ത് ഈ കാണുന്നൊരു നല്ലൊരു തറവാട് വീട്, അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിണർ തുടങ്ങി അത്യാവശ്യം വേണ്ട ഒരു 10-20 തെങ്ങ്, അതുപോലെ തന്നെ മാവ്, പ്ലാവ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു 10-200ഓളം നമ്മുടെ റബ്ബർ തൈകൾ, അതുപോലെ തന്നെ വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു പഴയൊരു തറവാട് വീടാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല കൂളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് കേട്ടോ. പിന്നെ ഇതാണ്ടോ ഈ കാണുന്നത് നമ്മുടെ ചെറിയൊരു സ്ലോപ്പിൽ, അതായത് വടക്കോട്ട് ചെറിയൊരു ചെരുവായിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഭൂമി വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ വീടൊക്കെ കറക്റ്റ് സ്ക്വയറായിട്ട് നല്ല നിരപ്പായിട്ടുള്ളൊരു ഭൂമിയിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നേരെ ഫ്രണ്ടിലാണ്ടോ അത്യാവശ്യം നല്ല പാടം കാര്യങ്ങളൊക്കെയാണ്. മുമ്പിലൊക്കെ വാഴയും തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒഴിഞ്ഞൊരു പ്രദേശമാണ്. പിന്നെ അടുത്ത അയൽപക്കത്തൊക്കെ ഒരുപാട് വീടുകളുള്ളൊരു ഏരിയ കൂടിയാണ്. ഒറ്റപ്പെട്ട ഭാഗമോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇത് കാണുന്നുണ്ടോ, ഇതിൻ്റെ മുകളിൽ നമ്മളിത് മെയിൻ ബസ് റൂട്ടാണ്, അതായത് ടാർ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ടാർ റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ കടമ്പഴിപ്പുറം എന്ന് വരുന്ന റോഡാണ്. അതായത് മെയിൻ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കടമ്പഴിപ്പുറം ജംഗ്ഷനാണ് കേട്ടോ. ആ കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ നേരെ ഒറ്റപ്പാലം പോകുന്ന റോഡ് ആക്സസ് ആണിത്. ഈ റോഡിന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലപ്പാറ ഭാഗത്തെത്തും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഹോസ്പിറ്റൽ, സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്, അതായത് ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ലോപ്പിലായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ വീട് കറക്റ്റായിട്ട് നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു ലാൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ നേരെ ഫ്രണ്ടിലൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല കൃഷിഭൂമിയും കാര്യങ്ങളാണ്. അടുത്തൊക്കെ ഉണ്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒറ്റപ്പെട്ട ഭാഗമല്ല, ഫോറസ്റ്റിൻ്റെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്യമൃഗമോ ഒന്നുമില്ല കേട്ടോ. നല്ല സൈലൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഏത് രാത്രി വേണമെങ്കിൽ വരാൻ പറ്റുന്ന റോഡ് ആക്സസ് ആണ്. ഏകദേശം ഒരു 5-6 ബസ്സൊക്കെ ഈ റൂട്ടിലൂടെ പോകുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ബസ് സർവീസും കാര്യങ്ങളുള്ളൊരു ഏരിയ കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് മൊത്തത്തിൽ 1 ഏക്കർ ഭൂമിയാണ് ഇതിനകത്ത് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എന്താണ് പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. ഈ 1 ഏക്കർ ഭൂമിയും വീടും ഓപ്പൺ കിണറും മരങ്ങളും എല്ലാം കൂടിയായിട്ട് നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തത്തിൽ 44 ലക്ഷം രൂപ മാത്രമാണ് വിലയായിട്ട് ചോദിക്കുന്നത്. ശരിക്കും നമുക്ക് ഡോക്യുമെൻ്റ് വൈസാണ് നമുക്ക് 1 ഏക്കർ ഭൂമി ഉള്ളത്. പക്ഷേ നമുക്ക് അളന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഭൂമി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രകാരമുള്ള നമുക്ക് എന്താണോ വരുന്നത് ആ ഒരു പ്രൈസ് മാത്രമാണ് ഓണർ ചോദിക്കുന്നത് കേട്ടോ. നേരെ ഫ്രണ്ടിൽ നല്ല തുളസി തറയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ലൊരു മൂഡാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം. പിന്നെ ഇത് ഡയറക്റ്റ് ഒരു ഓണർ സെയിൽ കൂടിയാണ്. ഞാൻ ഓണറുടെ നമ്പറാണ് താഴത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ആളെ വിളിക്കുക. പിന്നെ നമ്മുടെ ഒരു ആളുടെ കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വന്ന് നോക്കാനോ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. കൂടുതൽ കാര്യങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഒന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ട ശേഷം മാത്രം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ റോഡ് വരുന്നതാണ് കമ്പിവേലി ഇട്ടിരിക്കുന്നത്. അതായത് ചുറ്റും നമുക്ക് ഇതേപോലെ തന്നെ കമ്പിവേലി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു ഭാഗത്ത് നേരെ ഇത് റോഡാണ്, അതായത് ടാർ റോഡാണ്. ഈ ടാർ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇത് മൊത്തം നമ്മുടെ ഭൂമിയിൽ വരുന്നതാണ്. ഇത് ഈ കാണുന്ന വാഴകളും കാര്യങ്ങളും, ഈ കാണുന്ന തേക്ക് മരം, അതുപോലെ തന്നെ ഈ പ്ലാവ്, തെങ്ങ് തുടങ്ങിയിട്ട് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പപ്പായ, വാഴ, ഇതിൻ്റെ അപ്പുറത്തുള്ള തേക്ക്, ഇങ്ങനെ വന്ന ഈ പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇത് ഓപ്പൺ കിണറാണ്. അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളുണ്ട്. പറ്റാത്ത കിണറാണ്, പഴയ കിണറാകുമ്പോൾ അറിയാലോ, വെള്ളവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇതാണ്ടോ. അപ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. വാഹനങ്ങൾ പോകുന്നത് കാണുന്നുണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഒരു മച്ചക്കുള്ള ഒരു വീടാണ്, ഒരു പത്തായപ്പര, പഴയ പത്തായപ്പരയാണ്. അതുപോലെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടേജ് വരുന്നത്. ജസ്റ്റ് ഇതാണ്ടോ, ഇതാണ് വീടിൻ്റെ ഒരു മുൻവശമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഏരിയ വരുന്നത് കണ്ടോ, നമ്മളപ്പോൾ അവിടെ നിന്ന് കണ്ടില്ലേ, അവിടെ നിന്ന് കണ്ടത് ഈ വാഴകളും ഇതൊക്കെ വന്ന് ഈ തെങ്ങ് കാണുന്നുണ്ടല്ലോ, ഈ തെങ്ങൊക്കെ നമ്മുടെ ഇതിൽ പെടുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇത് ഈ അറ്റം വരെ, അതായത് ഈ കവുങ്ങ്, തെങ്ങ് ഇതെല്ലാം ഇതിനകത്ത് വരും കേട്ടോ. അതുപോലെ തന്നെ അതാണ് ഈ വീട് നിൽക്കുന്നില്ലേ, ആ വീട് അപ്പുറത്താണ്. ആ വീടിനോട് ചേർന്ന് കോമ്പൗണ്ട് വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റായിട്ട് അങ്ങനെ വരും കേട്ടോ. ഈ ഒരു ഭാഗം ആ വീടിനവിടുന്ന് ആ ഒരു ഭാഗം ഇങ്ങനെ വന്ന് നേരെ മേലോട്ട് കയറും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഈ ഒരു എൻഡ് വരെ ഈ കാണുന്ന വീടടക്കം. ഓക്കെ ആണോ, ഇതൊരു ബാക്ക് സൈഡാണേ. ആണോ, അങ്ങനെ എല്ലാം വരും കേട്ടോ ഇതിനകത്ത്.
2 തട്ടായിട്ടുള്ളതാണ് കേട്ടോ. അതായത് റൂമിലും കാര്യങ്ങളൊക്കെ തന്നെ തട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അങ്ങനെ വരും. അതായത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു എൻട്രൻസ്. ഇത് നമ്മുടെ കിച്ചൺ ഭാഗത്ത് തന്നെ വെള്ളം കോരാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ ഈ റബ്ബറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റ് അടിക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ വീടിന് അകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീടിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്ത് കൂടി നമുക്ക് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. കാരണം ചുറ്റിനും ഇതുപോലെ തന്നെ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കയറുകയാണെങ്കിൽ ഇത് ഒരു ഹാള്. ഓക്കെ, അത്യാവശ്യം ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള. മുകളിലൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മരം കൊണ്ടുള്ള കഴുക്കോലും കാര്യങ്ങളും പട്ടികയൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയായി ചെയ്തിങ്ങൊക്കെ പൊളിച്ച് മേഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതിന് അഡീഷണൽ വർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അതിനെ കയറി വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം സ്പേസോ ഇനി അതല്ല ഒരാൾക്ക് കിടക്കാനൊക്കെ സൗകര്യങ്ങളുള്ളൊരു സ്പേസ്. അത് പണ്ടത്തെ വീടായതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്പേസേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഈ ഹാള് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നടവഴിയാണ് കേട്ടോ. ഒരു ഇടവഴി എന്നൊക്കെ പറയില്ല നമ്മൾ. ആ സാധനം മേലേക്ക് മൊത്തം തട്ടടിച്ചിട്ടുണ്ട്. വീട് മൊത്തം തട്ടടിച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, ഇത് ഒരു ബെഡ്റൂം സ്പേസ്. അത് അത്യാവശ്യം നല്ല സ്പേസാണ്. ഒരു 11 റേഞ്ചിലൊക്കെയുള്ള അത്യാവശ്യം നല്ല സ്പേസ് ആയിരുന്നു കേട്ടോ. കട്ടിലും ഒരു അലമാരയൊക്കെ വെച്ചാലും സ്പേസ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഇത് നമുക്കതുപോലെ തന്നെ ഇത് പത്തായപ്പരയായിരുന്നു മുമ്പ്. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു. ഇപ്പം പൂജാമുറിയാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ പറയുന്നുണ്ടോ, നമ്മൾ വേറെ എൻട്രൻസ് കാണിച്ചില്ലേ, ഇത് കണ്ടോ. അത്യാവശ്യം ഇരിക്കുന്ന ഒരു ഭാഗം കണ്ടോ. ഇപ്പോൾ നമ്മളതിനെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് ഒരു ബെഡ്റൂം സ്പേസ് കണ്ടോ. അത് തട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മുകളിൽ നമ്മൾ തട്ട് പറഞ്ഞത് ഇത് ഫുള്ള് പ്ലെയിനാണ് കേട്ടോ. കാരണം അതായത് പണ്ട് നമ്മുടെ നെല്ലോ കാര്യങ്ങളൊക്കെ ഉണങ്ങാനിടാനും കാര്യങ്ങളും കൃഷിയായി സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് പണ്ടത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സംഭവം അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത്. കിച്ചണിൽ അതൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്യാസ് വെക്കാനുള്ളതും അതുപോലെ തന്നെ വിറകടുപ്പ് യൂസ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ വീടുള്ളത്. വീട് വെച്ചിരിക്കുന്നത് വടക്കോട്ടാണ് ഫേസിങ് വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നേരെ പോകുന്ന സമയത്ത് ഇത് നമ്മുടെ ഡൈനിങ് സ്പേസാണ്. വാഷ് സ്പേസിന് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, പുറത്ത് കൂടെയുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു കുളിമുറിയാണേ കണ്ടോ. ഒരു കുളിമുറിയുടെ ഒരു സ്പേസാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുണ്ട് അമ്മി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ളം കോരുന്ന ഒരു ഏരിയയാണ്. മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആണോ, ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നത്. സംഭവം സെറ്റായിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മൊത്തത്തിൽ കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിലൊന്ന് ബന്ധപ്പെടുക കേട്ടോ. ജസ്റ്റ് കണ്ടോ ഫ്രണ്ടിലോട്ടൊക്കെ പോയാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടേ.